എല്ലാവർക്കും നബിദിന ആശംസകൾ. നമ്മളിന്ന് നബിദിന പരിപാടി കാണാൻ പോവാണ് കേട്ടോ. അങ്ങനെ ഇവിടുത്തെ പള്ളിയിൽ പിള്ളേരുടെ ദഫ്മുട്ട് കഴിഞ്ഞു. ഇത് വരുന്നത് റാണു പള്ളിയിലെ പിള്ളേരുടെ ദഫ്മുട്ടാണ്. എല്ലാ കൊല്ലവും ഉണ്ട് ഞങ്ങൾ ഇവിടെ വന്ന് ഈ ദഫ്മുട്ടൊക്കെ കാണും. അത് കാണാൻ തന്നെ എന്ത് രസമാണ്. അതുകൊണ്ട് ആ കുഞ്ഞുങ്ങൾ വരുന്നത് പോലെ ഒരു കാലത്ത് ഞങ്ങൾ ഇതുപോലെ പോയിട്ടുണ്ട് നബിദിനത്തിന്. ഞങ്ങളെയും കൊണ്ട് ഉസ്താക്കന്മാർ ഇതുപോലെ ഒരു കയ്യിൽ കവറൊക്കെ ആയിട്ട് അതെന്തൊരു സന്തോഷമാണ്. ഇതൊക്കെ ഒരു ഓർമ്മയായി. ദഫ്മുട്ടൊക്കെ ഇവിടെ വന്നതിന് ശേഷമാണ് കാണുന്നത്. ഞങ്ങളുടെ നാട്ടിൽ പത്തനാപുരം ആ ഏരിയയിലൊന്നും ദഫ്മുട്ടൊന്നും വലിയ തോതിലൊന്നും കണ്ടിട്ടില്ല. പക്ഷെ ഞങ്ങൾ ഘോഷയാത്രയ്ക്ക് പോയിട്ടുണ്ട് കുഞ്ഞുനാളിൽ. കവറും കൊണ്ട് ഇതുപോലെ ഉസ്താദ് കൊണ്ടുപോകുന്നത് പോലെ ഞങ്ങളെ കൊണ്ടുപോകും വരി വരിയായിട്ട്. ഞങ്ങളെ കാത്ത് ഓരോ ഇടത്തും ഓരോ ഉമ്മമാരും വാപ്പന്മാരും ഒക്കെ കാത്തു നിൽക്കും ഞങ്ങൾക്ക് വേണ്ടി മുട്ടായും പൊറോട്ടയും പലഹാരങ്ങളും വെള്ളവും ഒക്കെ തരാൻ. അത് എന്തോ ഒരു സന്തോഷമാണ്. അതും കൊണ്ട് വീട്ടിലോട്ട് വരുന്നൊരു രംഗവും ഒക്കെ ഇപ്പോഴും അത് മായാതെ കിടപ്പുണ്ട് നമ്മുടെ മനസ്സിലൊക്കെ. ഒന്നോർത്താൽ വലുതാവണ്ടായിരുന്നു എന്ന് തോന്നും. ഈ കുഞ്ഞുങ്ങളുടെ ഈ കളിയും ഇതൊക്കെ കാണുമ്പോൾ ആ കുഞ്ഞായിരിക്കുന്ന സന്തോഷം ഒരിക്കലും വലുതായി കിട്ടില്ല. വലുതായി കഴിഞ്ഞാൽ കിട്ടത്തേയില്ല. ഇവരുടെയൊക്കെ ഒരുപാട് നാളത്തെ പ്രയത്നമായിരിക്കും ഈ ഒരു ദഫ്മുട്ട്. ഈ കുഞ്ഞുങ്ങൾ കളിക്കുന്ന കാണാൻ തന്നെ എന്ത് രസമാണ്. മാഷാ അല്ലാഹ്.
ഇപ്രാവശ്യത്തെ നെത്തിന് ഒരു അനുഗ്രഹമായിട്ടാണ് തോന്നുന്നത്. മഴയൊക്കെ ഉണ്ടായിരുന്നു, എന്നാലും മഴയെപ്പോലെ അവഗണിച്ചിട്ട് ഈ കുഞ്ഞുങ്ങളുടെ ദഫ്മുട്ട് കാണാൻ വേണ്ടി തടിച്ചുകൂടിയിരിക്കുന്നത് അത്രയും ജനങ്ങളാണ്. ചുറ്റിനും ആളുകളുണ്ട് കേട്ടോ. അതും ഈ കിട്ടുന്നൊരു ചോറും അതൊരു പ്രത്യേക ഒരു ഫീലാണ്. ആ ഒരു ചോറിൻ്റെ ടേസ്റ്റോ ഒരിക്കലും മറ്റൊരു ചോറിനും കിട്ടത്തുമില്ല. അങ്ങനെ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് പാത്രത്തിലൊക്കെ തട്ടി